സാറ് ശരിക്കും പറയാൻ പോയാല് ലോകത്തിലെ എന്ത് വിവരങ്ങൾ വേണമെങ്കിലും നിമിഷ നേരം കൊണ്ട് നമുക്ക് മൊബൈലിലൂടെ ആക്സസ് ചെയ്യാം. യഥാർത്ഥമായ രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ വിഷയമായി വരുന്നത്. ഇപ്പോൾ ആ കുട്ടി പറയുന്നത് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഒരു ടീച്ചർ പഠിപ്പിച്ചതിന് ശേഷമുള്ള നോട്ട് PDF ഫയലായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ആ നോട്ട് പുസ്തകത്തിലേക്ക് എഴുതി ശിവാനി അതിൽ നിന്ന് അറിവുകൾ നേടുവാനായിട്ട് ശ്രമിക്കണം. ഇന്ന് പുസ്തകത്തിൽ കുട്ടികൾ എഴുതുന്ന ശീലമേ ഇല്ല. ആ PPTയിൽ നിന്ന് കുട്ടികൾ നോട്ട് എഴുതി പഠിക്കുന്ന ഒരു ശീലവും കൂടെ നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. മൊബൈല് ഉപയോഗിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. മൊബൈല് ടെക്നോളജി ഏത് ആപ്പ് ഇവർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിന്റെ ടൈം മാനേജ്മെന്റ് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതുമാണ് ഇവിടെ ഏറ്റവും വിഷയമായിട്ട്. മോളെങ്ങനെ എത്ര മണിക്കൂറൊക്കെ മൊബൈലില് ഉപയോഗിക്കും? 3-4 കൂടുതലാണ്. 3-4 മണിക്കൂർ. ഇതൊരു ചെറിയ സ്ക്രീൻ അല്ലേ മോളെ? ഇതില് കുറെ നേരം എഴുതി കണ്ണൊക്കെ പീസായി പോകത്തില്ലേ? അല്ല, ഞാൻ ക്ലാസ് കാണുന്നത് ഓൺലൈനിൽ കൂടിയിട്ടാ. ഓൺലൈൻ ക്ലാസ്സാ? ട്യൂഷൻ അല്ല, ഓൺലൈനാ അല്ലേ? ട്യൂഷൻ ഓൺലൈൻ ക്ലാസ്. ഇപ്പൊ എക്സാമും കൂടി ആയതുകൊണ്ട് കൂടുതൽ മണിക്കൂർ ഉണ്ട് ഇപ്പൊ എക്സാം. അപ്പൊ കണ്ണിന് വേദന എടുക്കുക, കണ്ണിൽ കൂടെ വെള്ളം വരിക, അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ലേ? ഇല്ല, എനിക്കില്ല. ഇല്ല. മോന്റെ അവസ്ഥ? മോനെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാനിപ്പോ +1. എങ്ങനെയുണ്ട്? +1 കുഴപ്പമില്ല, നല്ലതായിട്ടാണ്. അല്ല, മൊബൈൽ ഫോൺ ഉപയോഗം തന്നെ? മൊബൈൽ ഫോൺ ഉപയോഗം എന്ന് പറഞ്ഞാൽ തോന്നുമ്പോ ഉപയോഗിക്കും, അത്രേ ഉള്ളൂ. അന്നെ അത് കഴിഞ്ഞിട്ട് ശിവാനിയുടെ തൊട്ട് 3 മണിക്കൂറൊക്കെ ഉപയോഗിക്കുവോ? ചില സമയത്ത് 3 മണിക്കൂർ, ചില സമയത്ത് അതിനെക്കാളും കൂടുതൽ ചിലപ്പോൾ ഉപയോഗിക്കും. ഞാൻ എന്റെ ശരിക്കും പറഞ്ഞ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും മൊബൈൽ. പ്രധാനമായിട്ട് മൊബൈൽ ഫോൺ എന്തിനാ മോൻ ഉപയോഗിക്കുന്നത് ഇത്രയും മണിക്കൂർ? ഇത്രയും മണിക്കൂർ എന്ന് പറഞ്ഞാൽ മറ്റേ ഇൻസ്റ്റാഗ്രാമില് വല്ല സ്ക്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ യൂട്യൂബിൽ ഡൂം സ്ക്രോൾ ചെയ്യാനോ അങ്ങനെ ആയിരിക്കും. ഇൻസ്റ്റയില് കുറെ നേരം കുത്തിയിരിക്കുവോ? ഇൻസ്റ്റയിലെ റീലൊന്നും ഞാൻ അധികം കാണില്ല. ഞാൻ കുറച്ചും കൂടി ഒരു ഷോർട്സ് ഗൈ ആണ്. ഷോർട്സ് ഗൈയാ? അത് തന്നെ. യൂട്യൂബിലോ? യൂട്യൂബില് ഞാൻ പല സാധനങ്ങൾ കാണും. എന്താണ് സാധാരണഗതിയിൽ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ മീനിനെ കുറിച്ചും പിന്നെ നേച്ചറിനെ കുറിച്ചുള്ള സാധനങ്ങളൊക്കെ വരാറുണ്ട്. അതൊക്കെ കാണും. ഫേസ്ബുക്കിലോ? ഫേസ്ബുക്ക് ഞാൻ ഉപയോഗിക്കണില്ല. ഇല്ല. നിങ്ങൾ പുതിയ ജനറേഷൻ കൊണ്ടുപോയി. ഞങ്ങളിപ്പോ ഇൻസ്റ്റയിലോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്തു, ത്രെഡ്സിലോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്തു, പിന്നെ യൂട്യൂബിലോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്തു. അപ്പൊ ഈ രാത്രി കിടന്ന ഉറക്കമൊക്കെ വരുമോ? ഞാൻ ഉറങ്ങുന്ന പറഞ്ഞാ ഞാൻ ചണ്ടകൊട്ടിന്റെ ഇടയിൽ ഉറങ്ങിയ ആളാ. അപ്പൊ സമയത്ത് ഭക്ഷണം കഴിക്കൂ? അതൊക്കെ ഞാൻ കഴിച്ചോളാം. വീട്ടിൽ കഴിച്ചോളൂ അല്ലേ? വീട്ടിലോ? ഫാദറും മദറും ഒക്കെയോ? മദർ ഇവിടെ ഇപ്പൊ അപ്പുറത്തെ സൈഡില്. മദറിനോട് ചോദിക്കാം. സുമ ബേസിൽ മകൻ മിക്കവാറും ഒരു മൊബൈൽ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുക. അതിന് ആണല്ലേ എന്റെ അഭിമാനത്തോടെ അമ്മ പറയുക. അല്ല, നമ്മൾ അത് തടഞ്ഞിട്ട് കാര്യമില്ല. അല്ല, നിങ്ങൾ അവർക്കൊന്ന് എൻഗേജ് ആക്കി നിർത്താൻ വേണ്ടി മൊബൈൽ കൊടുത്തിരിക്കുകയാണോ? അല്ല, അവനോട് ഞാൻ മൊബൈല് ഉപയോഗിക്കണം, പക്ഷെ അതിന്റെ അകത്ത് കുറെ ചതിക്കുഴികളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. അവൻ പറയണത് ഉപദേശം അല്ല, നിർദ്ദേശമാണ് നല്ലതെന്നാണ് പറയണത്. ഉപദേശം വേണ്ട, നിർദ്ദേശിക്കണ എടാ ഒത്തിരി സംഭവങ്ങളുണ്ട്. ഇപ്പൊ ഓരോരുത്തർ ആത്മഹത്യ ചെയ്യണ അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അങ്ങനത്തെ സൈറ്റിലൊന്നും പോയി പെടരുത്, അതൊക്കെ ചതിക്കുഴികളാണെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. അമ്മയുടെ ഉപയോഗം എങ്ങനെയാ? ഞാൻ ഒത്തിരി ഉപയോഗിക്കണില്ല. അതിന്റെ ജോലിയുടെ ഭാഗമായിട്ട് കുറച്ച് ഉപയോഗിക്കാതെ പറ്റത്തില്ല. പിന്നെ ഞാൻ അങ്ങനെ അധികം ഉപയോഗിക്കലില്ല. ഓക്കെ. അപ്പൊ ഇവൻ ഗ്രാജുവലി ഇത് ഉപയോഗിക്കുന്നതിന്റെ സമയം കൂടി വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, അവനോട് ഞാൻ എപ്പോഴും കുത്തിക്കൊണ്ടിരിക്കും. ഇല്ല, അവനോട് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. പിന്നെ അവന് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. എങ്ങനെ ഒരു തൃശ്ശൂർ സ്ലാങ് വന്നത്? അതവന് ഓരോ സമയത്ത് ഓരോന്ന് നിന്റെ ഈ ലാംഗ്വേജ് ഇങ്ങനെ മാറിയേ. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.